ഒരു ഹെയർ പാക്കിൻ്റെയോ ഒരു ഹെയർ ഓയിലിൻ്റെയോ ആവശ്യമില്ലാതെ തന്നെ മുടിക്ക് നന്നായിട്ട് ഉള്ളു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആണ് ഞാൻ ഇന്നിവിടെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. സോ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുടിയിലുള്ള കെട്ടും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിൻ്റെ മുന്നേയും ആദ്യം നമ്മളിത് കൈ കൊണ്ട് ആദ്യം പ്രോസസ്സ് ചെയ്യുക. ദെൻ നമുക്കൊരു കോമ്പ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇൻവേർഷൻ മെത്തേഡ്. നമ്മൾ ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് നമ്മൾ രണ്ട് കാലിലും കുറച്ച് നേരം ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇതേ പൊസിഷനിൽ നിൽക്കുക. ദെൻ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എഗെയിൻ ഒരു 2 സെക്കൻഡ് നമ്മൾ വീണ്ടും കാലിൽ ബാലൻസ് ചെയ്ത് നിൽക്കുക. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹെഡിൻ്റെ ഏറ്റവും നമ്മളിപ്പോൾ എണീറ്റ് നിൽക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്ന ആ പൊസിഷനിൽ വരെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊസിഷൻ സാധിക്കും കേട്ടോ. ഇതെല്ലാം 5 സെറ്റ് വീതമാണ് നമ്മൾ ചെയ്യേണ്ടത്. 5 വീതം നമ്മൾ എണ്ണീട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മുടെ സ്കാൽപ്പിൽ ഇതുപോലെ ഒരുപാട് മർമ്മ പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ബ്ലഡ് സർക്കുലേഷൻ കിട്ടേണ്ട ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പാർലറിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പൊസിഷൻ വെച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട്. നമ്മളെ കഴുത്തിൻ്റെ ഈ 2 ഭാഗത്തും നമ്മൾ സർക്കുലർ മോഷനിൽ ഇതുപോലെ മസാജ് ചെയ്തിട്ട് ഹെഡിൻ്റെ ആ മുടി ഉള്ള ഭാഗത്തും കൂടെ ഒന്ന് മസാജ് ചെയ്യുക. ദെൻ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് എഗെയിൻ തിരിച്ച് വരിക. ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളൊരു റഷിൽ ചെയ്യേണ്ടതല്ല ഈ ഒരു കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഒരു കണ്ടിന്യൂസ് ഒരു 10 ഡേയ്സ് ചെയ്താൽ തന്നെ നമ്മൾക്ക് മുടിക്കിൽ ആ ഒരു മാറ്റം കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പലരും ചുമ്മാ ഓയിലിംഗ് ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാക്ക് ഇട്ടിട്ട് ഇതുപോലെ വെറുതെ അങ്ങ് മസാജ് ചെയ്താൽ മാത്രം പോരാ. നമ്മളിപ്പോൾ പാർലറിൽ ചെയ്യുന്ന പോലത്തെ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടും. കാരണം അവരത് അറിഞ്ഞ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് അറിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. സോ നമ്മളിപ്പോൾ ഈ ക്രകാതിക പോയിൻ്റാണ് നമ്മളിപ്പോൾ ഈ ഒരു പോയിൻ്റാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മുടെ മുടി തുടങ്ങുന്ന ആ ഭാഗത്ത് നിന്നും 4 ഫിംഗർ മാറിയിട്ടുള്ള പൊസിഷൻ ഇതുപോലെ നമ്മൾ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിലെ സ്കിൻ ഉണ്ടല്ലോ അത് ഇതുപോലെ സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓയിലിൻ്റെയോ ഹെയർ പാക്കിൻ്റെ ആവശ്യമില്ല. പകരം ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ ആൽപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടറാണ് കേട്ടോ. നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പോൾ ഡെയിലി ഇപ്പോൾ ഓയിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഹെയർ പാക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കില്ലേ ഇതൊന്ന് അബ്സോർബ് ആയി കിട്ടാനും. അതേപോലെ തന്നെ ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്യേണ്ടി വരും. ഇതാവുമ്പോൾ നമുക്ക് വാഷ് ചെയ്യേണ്ടത് തന്നെ ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ നെറ്റിയുടെ അവിടുന്ന് 4 ഫിംഗർ മാറ്റിയിട്ടുള്ള പോയിന്റിൽ, അതായത് ഒരു മർമ്മ പോയിന്റ് ആണ്, അവിടെ ഇതേപോലെ ഞാൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതേ കൈപ്പത്തി കൊണ്ട് ആ ഒരു പോർഷനിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുക. അതായത് പ്രഷർ കൊടുത്തിട്ട് നമ്മളൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മളിപ്പോൾ കൈയിൻ്റെ അവിടെ തൊടുമ്പോൾ അവിടെ തൊട്ട് ഇങ്ങനെ വിടുമ്പോൾ നമുക്ക് ആ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റില്ലേ. അതേപോലെ സ്കാൽപ്പിൽ അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ 8 ഫിംഗർ റൂളാണ്. അതായത് 8 ഫിംഗർ മാറിയിട്ടുള്ള ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബാൾഡ്നെസ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ കണ്ടുവരുന്നത്. മെയിൻലി മെന്നിനാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ് നമ്മുടെ ഹെഡിൻ്റെ. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഗ്രാവിറ്റിയുടെ പ്രശ്നം കൊണ്ടൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടാത്തൊരു പൊസിഷൻ ആയിരിക്കും. അപ്പോൾ അവിടെ ഞാൻ അതുപോലെ സ്പ്രേ ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു റോസ്മേരി വാട്ടർ നമുക്ക് എപ്പോഴും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല കൺവീനിയൻ്റ് ആയിട്ട് എപ്പോൾ വേണേലും അപ്പോൾ എടുത്ത് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ 2 പേപ്പർ എടുത്തിട്ട് ഒന്നിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ, രണ്ടാമത്തേൽ റോസ്മേരി വാട്ടറും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് അബ്സോർബ് ആവുന്നത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഓയിൽ കണ്ടില്ലേ, ഓയിൽ അബ്സോർബ് ആയി തീർന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഓയിൽനെസ് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ റോസ്മേരി വാട്ടറിൻ്റെ ആ ഒരു പേപ്പർ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതായത് പെട്ടെന്ന് ആ പേപ്പറിലേക്ക് ആ വാട്ടർ അബ്സോർബ് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഞാൻ തൊട്ടിപ്പോൾ എണ്ണ വരുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ഹെഡിൻ്റെ അവസ്ഥയും. നമ്മുടെ സ്കാൽപ്പിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും അത് അബ്സോർബ് ആവാൻ. എന്നാൽ റോസ്മേരി വാട്ടർ പെട്ടെന്ന് അബ്സോർബ് ആവുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഡെയിലി ഓഫീസിലേക്കൊക്കെ പോകുന്ന സമയത്ത് നല്ല കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് മാത്രമല്ല, ഇത് ഇപ്പോൾ purple.com അവൈലബിൾ ആണ് കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചെവിയുടെ മേലത്തെ ഭാഗം, ഏറ്റവും കുറവ് മുടി ഉണ്ടാകുന്ന ഒരു പോർഷനാണ് ഈ ഒരു ഭാഗം. അവിടെയും ഇതേപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ദെൻ നമ്മുടെ ഈ ഒരു പൊസിഷൻ ഈ ഒരു രീതിയിൽ നമ്മളൊരു 5 ടൈംസും കൂടെ ചെയ്യുക. അതായത് മേലേന്ന് ഫിംഗേഴ്സ് നമ്മൾ മുടിയുടെ ഉള്ളിലൂടെ ഓടിച്ച് പുറകിലോട്ട് എടുക്കുക.
ഒരു റഷും ഇല്ലാണ്ട് പതുക്കെ പതുക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അയ്യോ ഇത് വേഗം ചെയ്തിട്ട് ഇത് കുറേ ഉണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. ഇത് പെട്ടെന്ന് തീരുന്ന സാധനം. ഡെയിലി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. 5 കൗണ്ട് നമ്മൾ വരെ അത് ചെയ്താൽ മതി. ഇങ്ങനെ ആകുമ്പോഴും നമ്മളെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ വരും, നെറ്റികേറലും കാര്യങ്ങളൊക്കെ മാറി കിട്ടും കേട്ടോ. ദെൻ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതാണ് സ്തപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മർമ്മ പോയിൻ്റ് ആണ്. നമ്മൾ സ്ത്രീകളാണെങ്കിലും പൊട്ട് കുത്തുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുക, സർക്കുലർ മോഷനിൽ റൗണ്ട് ചെയ്യുക, ദെൻ ഒന്ന് പ്രസ് ചെയ്യുക, വിടുക. ദെൻ ഇതും നമ്മൾ 5 ടൈംസ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ചെയ്ത് കാണിക്കുന്നില്ല. ഏകദേശം ഞാൻ എല്ലാം 5 കൗണ്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇൻവേർഷൻ മെത്തേഡ് ആണെങ്കിലും എല്ലാം 5 കൗണ്ട് വെച്ചിട്ട് ചെയ്യുക. നിങ്ങൾക്ക് 10 കൗണ്ട് ചെയ്യാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. പിന്നെ ചിലത് 10 കൗണ്ട്, പിന്നെ ചിലത് 5 കൗണ്ട്, അങ്ങനെ വേണ്ട, എല്ലാം ഒരു ലെവലിൽ ചെയ്താൽ മതി. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുരികം ഉണ്ടല്ലോ, ഇതേപോലെ 2 ഫിംഗർ വെച്ചിട്ട് നമ്മൾ ദിഗംബരൻ്റെ ലുക്കിൽ അങ്ങനെ മേലേക്ക് ഇങ്ങനെ തള്ളി പിടിച്ച് ഇങ്ങനെ വലിച്ച് വെക്കുക. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കൗണ്ട് ആയിട്ട് എടുത്താൽ മതി. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ള സാധനമാണ് തലയ്ക്ക് തല്ലുക. അതായത് കൈപ്പത്തി കൊണ്ട് നമ്മളിപ്പോൾ എന്താ പറയുക, സ്കാൽപ്പിൽ തട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പല ആളുകളും മർമ്മ പോയിൻറ്റ്സ് അറിഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പം എനിക്ക് പണ്ട് ഇത്രയും കൂടുതൽ ടിപ്സ് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നാൽ അതിൽ ഉപരി ടിപ്പുകളുള്ള വീഡിയോ ആണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് കോമ്പിംഗ് ആണ്. അതായത് മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ലാസ്റ്റായിട്ടും അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുമ്പോഴും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതേപോലത്തെ വൈഡ് ടൂത്ത് കോംബ് യൂസ് ചെയ്തിട്ട് നമ്മളെ സ്കാൽപ്പ് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. ആദ്യം വേണമെങ്കിൽ മുടിയുടെ അറ്റം വരെ കോംബ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് മാത്രം, അതായത് കമിഴ്ത്തിയിട്ടിട്ട് സ്കാൽപ്പ് വരെ മാത്രം കൗണ്ട് ചെയ്ത് കോംബ് ചെയ്ത് കൊടുക്കുക. ഇതും നിങ്ങൾക്ക് 5 to 10 ടൈംസ് വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മുടിയുടെ അറ്റം വരെ ചെയ്യുകയാണെങ്കിലും നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അത് ഞാൻ ഡെയിലി ചെയ്യുന്നതാണ്. ഒരു ദിവസം പോലും ഞാൻ ഒഴിവാക്കാത്ത ഒരു കാര്യമാണ് ബാക്ക് കോമ്പിങ് എന്നുള്ളത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയിൽ റബ്ബിംഗ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോഴോ TV കാണുമ്പോഴോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. നെയിൽസ് തമ്മിൽ ഇങ്ങനെ ചുമ്മാ റബ്ബ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് ഡയറക്റ്റ് ബ്ലഡ് സർക്കുലേഷൻ ഹെഡിലോട്ടാണ് പോകുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ മുടിയുടെ ഈ കടക്കലുള്ള ഉള്ളും അതേപോലെ തന്നെ മുടിയുടെ അറ്റത്തും അതേപോലെ തന്നെ എന്താ പറയുക ഉള്ളു വെക്കുന്നതാണ് കേട്ടോ. അതായത് തിക്നെസ് എല്ലാ ഭാഗത്തും ഒരുപോലെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ മുടിയുടെ അറ്റം ഒന്ന് തുമ്പ് വെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ മുടിക്ക് നന്നായിട്ട് നീളം വയ്ക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ടിപ്പാണ് ഫിംഗർ ടിപ്പ് യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് ഈ രീതിയിൽ ഇങ്ങനെ അടിയിൽ നിന്ന് മേലേട്ട് പോയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു 5 ഏജ് മുതലുള്ള കുട്ടികൾക്കാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കുഞ്ഞുമക്കൾക്ക് 1.5 വയസ്സായിട്ടുള്ളൂ, ഞാൻ എപ്പോഴും അവരുടെ സ്കാൽപ്പ് ഇതേപോലെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ കോംബ് ചെയ്ത് കൊടുക്കാറുണ്ട്, ഒരു മൈൽഡ് കോംബ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ മസ്റ്റായിട്ടും കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ സമയം കണ്ടെത്തി മുടി നന്നായിട്ട്, ഇപ്പോൾ എന്താ പറയുക, ഒരു ലെഗസിയുടെ ആവശ്യമില്ല, പാരമ്പര്യമായിട്ട് കിട്ടണം എന്നൊന്നുമില്ല, നമുക്ക് നന്നായിട്ട് മുടി വളർത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മസ്റ്റായിട്ടും ഈ ടിപ്സൊക്കെ ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.